ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു ബെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ഓൾട്ട് കോയിനിലാണ് നമുക്കിപ്പോൾ നല്ലൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്, ഇപ്പോൾ വാങ്ങിച്ചിടാനായിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കോയിൻ ഏതാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ബിറ്റ് കോയിൻ അല്ലാതെ വേറെ ഒരു കോയിനും ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതായത് എത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയാൽ പോലും നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ബെയർ മാർക്കറ്റിൽ, അതായത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ ഒന്നും തന്നെ ബിറ്റ് കോയിനിൽ കാണാനായിട്ട് സാധിക്കാത്ത ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓൾട്ട് കോയിൻസിൽ പുതിയതായിട്ടൊരു എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആയിട്ടൊരു കാര്യമാണ്. അത് ഞാൻ യാതൊരു തരത്തിലും റെക്കമെൻഡ് ചെയ്യുകയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ക്രിപ്റ്റോ പ്രൊജക്റ്റുകളുടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു ബെയർ മാർക്കറ്റ് വന്നതിന് ശേഷം ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു കോയിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും കണ്ണും പൂട്ടി പോയിട്ട് ആ കോയിൻ വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ ആരും തന്നെ എൻ്റെ വാക്ക് കേട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത്തരത്തിലുള്ള ഓൾട്ട് കോയിൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാത്തത്. സോ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബിറ്റ് കോയിൻ്റെ കാര്യത്തിലാണ്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആക്ഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓൾട്ട് കോയിൻസിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ബിറ്റ് കോയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അധികം സമയമൊന്നും കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു 2 ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ട്രേഡിംഗ് വ്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ടൈം ഫ്രെയിംസിൽ ഈ ഒരു 2 ഡേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് വരാം. ഇവിടെ 1 എന്നുള്ളത് മാറ്റിയിട്ട് 2 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ മിനിറ്റ്സ് മാറ്റിയിട്ട് ഇവിടെ ഡേയ്സ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 ഡേയ്സ് ടൈം ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2 ഡേയ്സ് ടൈം ഫ്രെയിമിലെ ഒരു ചാർട്ടിലാണ്. ബിറ്റ് കോയിൻ്റെ $US പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന, അതായത് ഓരോ ക്രാഷിൻ്റെ സമയത്തും കാണാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ മുൻ വർഷത്തെ ക്രാഷ് സമയത്ത് ഏത് രീതിയിലാണ് ബിറ്റ് കോയിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അതേ പാറ്റേൺ തന്നെ പിന്നീട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് മുൻ വർഷങ്ങളിലെ 2013 മുതലുള്ള ആ ഒരു ബിറ്റ് കോയിൻ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഏത് രീതിയിലാണ് ബിറ്റ് കോയിൻ ആക്ട് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് അതിൻ്റെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു 2013 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ ക്രാഷ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ലോ ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൈസ് ഇവിടെ വേറെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്വിംഗ് ഹൈ ഇവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ഫിബൊനാച്ചി സ്ട്രാറ്റജി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഫിബൊനാച്ചി ടൂളിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ 0.217 എന്ന് പറയുന്ന വാല്യൂം അതുപോലെ തന്നെ 0.62 എന്ന് പറയുന്ന വാല്യൂം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ 0.217 എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ 0.62 എന്ന് പറയുന്ന ലെവലാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കുക. അത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇടയിലായിരിക്കും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഗോൾഡൻ ഏരിയാസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു 0.62 ആണ് ഈ ഒരു 2013 ക്രാഷ് സമയത്ത് ഇതിൻ്റെ ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടി. ദെൻ പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ 2018 പുതിയൊരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2013 ക്രാഷിൽ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി 2018 ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ പാറ്റേൺ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2018 ഈ രീതിയിലുള്ള സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഈ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസിൽ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവലിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതായിരുന്നു ഇവിടുത്തെ ഒരു ബോട്ടം എന്ന് പറയുന്നത്. ഈ 2018 സമയത്തെ ക്രാഷിലെ ഒരു ബോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു 0.62 ലെവൽ എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. ഓക്കെ, ദെൻ അതിനുശേഷമാണ് പ്രൈസ് പിന്നീടും ഈ ഒരു 2021, 2022 ആ ഒരു വർഷങ്ങളിലെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു
റാലി അവിടെ നടത്തിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും ഒരു സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ രീതിയിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 16K പ്രൈസ് ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് നമുക്കിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ ഒരു ലെവൽസ് കാണിച്ചു തരുന്നത്. ഈ ഒരു 16K എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 ആ ഒരു ഓൾ ടൈം ഹൈ ഏരിയ ആയിട്ട് വരുമെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ആണ് നമുക്കിവിടെ 16K അല്ലെങ്കിൽ 18K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെയർ മാർക്കറ്റിൻ്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും, അതായത് ഒരു 20K 18K ആ ഒരു ഏരിയ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 16K കൂടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഈ പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് 2013-ലും 2018-ലും ഇപ്പോൾ 2022-ലും നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ വെച്ചുകൊണ്ട് സെയിം പാറ്റേൺ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 16K വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ ചെറിയ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് മറ്റൊരു സാധ്യത ഇവിടെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഗോൾഡൻ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു 0 എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് എത്തിയിട്ടുള്ളത്. 0-ൽ നിന്ന് ചെറുതായിട്ട് ഒരു റീട്രേസ്മെൻറ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്, ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്നാണ് പ്രൈസിന് റിജക്ഷൻ കിട്ടേണ്ടത്. സോ ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും തിരിച്ചു പോവുകയും അവിടെ നിന്ന് പ്രൈസിന് വീണ്ടും റിജക്ഷൻ കിട്ടിക്കൊണ്ട് താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു ഗോൾഡൻ ഏരിയ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഷോർട്ട് ടൈം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ നിന്നൊരു റിജക്ഷൻ നമുക്ക് പ്രൈസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ രീതിയിലുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇവിടെയുണ്ട്. 2 ഡേ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് വൈകാതെ തന്നെ നമുക്ക് ചാർട്ടിൽ കാണാനും അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് മുൻ വർഷങ്ങളിലെ പാറ്റേണും കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും തീർച്ചയായിട്ടും നടത്തണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്ലൈൻഡ് ആയിട്ട് ആരും ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോമൺ സെൻസ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.